കോട്ടയം മാണിക്കുന്നത്ത് കോൺഗ്രസ് നേതാവും മകനും ചേർന്ന് യുവാവിനെ കുത്തിക്കൊന്നു. പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത്. സംഭവത്തിൽ കോട്ടയം നഗരസഭ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ അനിൽകുമാറും മകൻ അഭിജിത്തും കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. സനോജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സനോജ, അതായത് കോൺഗ്രസ് നേതാവും മകനും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണം? ഭദ്ര, ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ അഭിജിത്ത്, അതായത് അനിൽകുമാറിന്റെ മകൻ അഭിജിത്ത് ചില ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം, ആ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആദർശുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അഭിജിത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ സംഭവമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദർശുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അനിൽകുമാർ, ഈ കോൺഗ്രസ് നേതാവും മുൻ കോട്ടയം നഗരസഭാ കൗൺസിലറുമാണ്. അദ്ദേഹം ഒന്നിലേറെ തവണ കോട്ടയം നഗരസഭാ കൗൺസിലറായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് ഈ ആദർശ് എന്ന് പറയപ്പെടുന്ന പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള യുവാവിനെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഈ സ്ഥലത്തെത്തിയ പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നിലവിൽ അനിൽകുമാറും അനിൽകുമാറിന്റെ മകൻ അഭിജിത്തും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഈ അനിൽകുമാർ ദീർഘകാലമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും നേതാവുമൊക്കെ ആയിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒന്നിലേറെ തവണ കോട്ടയത്തെ നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കെ മുരളീധരന്റെ സന്തത സഹചാരിയായിരുന്നു. മുരളീധരൻ കോട്ടയത്തെത്തുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ നിഴലായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു ആളുകൂടിയാണ് ഈ അനിൽകുമാർ. മുൻപ് DIC ഉണ്ടാക്കിയപ്പോൾ മുരളീധരനൊപ്പം DICയുടെ ഭാഗമാവുകയും പിന്നീട് മുരളീധരൻ കോൺഗ്രസിന്റെ ഭാഗമായപ്പോൾ തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്ത ആളുകൂടിയാണ് അനിൽകുമാർ. അങ്ങനെ അനിൽകുമാർ ഇത്തവണയും നഗരസഭാ കൗൺസിലിൽ മത്സരിക്കാൻ സീറ്റിന് വേണ്ടി നിരവധി തവണ ശ്രമിച്ചുവെങ്കിലും സംവരണ മണ്ഡലമായതുകൊണ്ട് തന്നെ സീറ്റ് ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ പ്രതിയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭദ്ര. അതെ, സനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മാണിക്കുന്നത്താണ് ഇത്തരത്തിൽ യുവാവിനെ കുത്തിക്കൊന്നത്. കോൺഗ്രസ് കൗൺസിലറും മകനും ചേർന്നാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും സ്ഥാനാർത്ഥിയാകാൻ നിന്നിരുന്നയാളാണ്, പക്ഷേ ഇപ്പോഴിതാ കൊലപാതക കേസിലെ പ്രതിയാകുന്നു എന്നുള്ളത് തന്നെയാണ്.